പ്രൈസ് ദ ലോർഡ്. ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുക. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ആഴത്തിൽ ധ്യാനിക്കാം. നമുക്ക് വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ശക്തമായ ഡെലിവറൻസ് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കും. നമ്മുടെ മുമ്പിൽ അടഞ്ഞുപോയ വഴികൾ കർത്താവ് തുറക്കും. നമ്മുടെ കണ്ണുനീരിന് കർത്താവ് ഒരു ശക്തമായ മറുപടി നൽകും. സാത്താൻ ദൈവമക്കളുടെ മേലിട്ടിരിക്കുന്ന നുഖങ്ങളെ തകർക്കും, കെട്ടുകളെ പൊട്ടിക്കും. സാത്താൻ്റെ ആധിപത്യങ്ങളെ യേശുക്രിസ്തു തകർത്ത് തരിപ്പണമാക്കും. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തോളെ. അതിന്ന് സംഭവിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:10 നാം വായിക്കുന്നു, കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടിയാണ്. യേശു വന്നത് ജീവൻ്റെ സമൃദ്ധി നമുക്ക് നൽകാൻ വേണ്ടിയാണ്. ജീവൻ, ദൈവിക ജീവൻ്റെ സമൃദ്ധി, പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി, ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ മേൽ തരുവാൻ വേണ്ടിയാണ് യേശു വന്നത്. കള്ളൻ വരുന്നത്, അതായത് പിശാച് വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. കൊല്ലുക. നമ്മുടെ ഈ ലോകത്തിൽ കൊലപാതകങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. മനുഷ്യനെ കൊല്ലുന്നു. യുദ്ധങ്ങളിൽ മനുഷ്യനെ പല വിധത്തിൽ ബോംബിട്ടും അല്ലാതെയൊക്കെ കൊല്ലുന്നു. വൈരാഗ്യത്തോടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കൊലപാതകങ്ങൾ, വ്യക്തി വൈരാഗ്യത്തിൻ്റെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കൊല്ലുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കായൻ ആബേലിനെ വയലിൽ വെച്ച് അടിച്ചു കൊന്നു, ആദ്യത്തെ കൊലപാതകം. ദൈവം പറഞ്ഞു, നീ ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും, സ്വന്തം സഹോദരൻ്റെ രക്തം ചിന്തി. ആ കൊലപാതകം വളരെ ഗൗരവമേറിയ പാപമാണ്. രക്തം ദൈവസന്നിധി നിലവിളിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കരിയർ മുഴുവൻ, വ്യക്തിത്വം മുഴുവൻ, സാമ്പത്തിക മേഖല, ശുശ്രൂഷ മേഖല, ബിസിനസ്, കുടുംബം, എന്തുമാവട്ടെ എല്ലാം നശിപ്പിക്കുക, തകർത്തു കളയുക. ഇത് സാത്താൻ്റെ പദ്ധതിയാണ്. നാശം വിതയ്ക്കുക. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ അലറുന്ന സിംഹത്തെ പോലെ പിശാച് പാഞ്ഞു നടക്കുകയാ. നാശം വിതയ്ക്കുവാൻ, കൊല്ലുവാൻ, ഏതു വിധത്തിലും തകർക്കുവാൻ നമ്മൾ ജാഗ്രത ഉള്ളവരായിട്ട് മാറണം. ഓരോ വിശ്വാസിയും സാത്താനെതിരെയുള്ള പോരാട്ടത്തിലാണെന്നുള്ള വലിയ തിരിച്ചറിവുണ്ടാവണം. നമ്മൾ യുദ്ധക്കളത്തിലാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. സാത്താനെ പരാജയപ്പെടുത്തിയ യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിജയിച്ചവരാ യുദ്ധത്തിൽ. അവിടെ ഈ തിന്മയുടെ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കാൻ നമുക്ക് പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31 മുതൽ 34 വരെ വചനങ്ങൾ. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. യേശുവിൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഊമനായ ഒരു മനുഷ്യൻ, അവന് സംസാരിക്കാൻ കഴിവില്ല. ഈ ഊമനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ അവർ എത്തിച്ചു. യേശു ഊമനായ മനുഷ്യനെ ബന്ധിച്ചിരുന്ന പിശാചിനെ പുറത്താക്കി. അപ്പോൾ ഊമൻ സംസാരിച്ചു.
അവിടെ ആ ഊമന് സംസാരിക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം ആ വ്യക്തിയെ ബന്ധിച്ചിരുന്ന ഒരു പിശാച്. ആ പിശാചാണ് സംസാരശക്തിയെ തടസ്സപ്പെടുത്തിയത്. ആ പിശാച് പുറത്തു പോയപ്പോൾ യേശു കൽപ്പിച്ചു, പിശാച് പുറത്തുപോയി. പിശാച് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ഊമനായ മനുഷ്യൻ മനോഹരമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. പല രോഗത്തിൻ്റെയും പിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല, അല്ലെ മറ്റു പലവിധ രോഗങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിൽ പൈശാചിക ബന്ധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പിലെപ്സി പല രോഗികളുടെയും രോഗാവസ്ഥയിലേക്ക് ആക്കിയത് പിശാചാണ്. ഈ പിശാചിനെ ബന്ധിച്ചു പുറത്താക്കിയാൽ ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരും. ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഇതുപോലൊരു അത്ഭുത സംഭവം ഇസ്രായേലിൽ കണ്ടിട്ടില്ല. ജന്മന ഊമനായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുകയാണ്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരാറുണ്ട്. ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ ക്രൂരമായ അനുഭവങ്ങൾ, പൈശാചിക പീഡകളൊക്കെ ഈ കുഞ്ഞിനെയും ബാധിക്കും. ഇസ്രായേലിൽ ഇതുപോലൊരു അത്ഭുതം അവരാദ്യമായിട്ട് കാണുകയാണ്. അവർക്കവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഊമനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ഇന്നും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഫരീസയന്മാർ പറയുകയാണ്, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. കർത്താവിനെതിരെ ന്യായമല്ലാത്തതായ ഒരു ആരോപണം പറയുക. യേശു പറയുന്നുണ്ട്, മത്തായി 12:28, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശു പിശാചിനെ പുറത്താക്കിയത് ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഏതൊരു സാത്താന്യ ശക്തിയും പരിശുദ്ധാത്മ ശക്തിക്ക് മുൻപിൽ കീഴടങ്ങും. യേശു നാമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങും. യേശുവിൻ്റെ രക്തത്തിനു മുമ്പിൽ സാത്താൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 2852. ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവും, നുണയൻ, കൊലപാതകി, വഞ്ചകൻ, അതാണ് പിശാച്. പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. സാത്താൻ ചതിക്കുന്നവനാണ്. ഈ സാത്താനിലൂടെ ലോകത്തിൽ പാപവും മരണവും പ്രവേശിച്ചു. അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടി മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീർണതയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. കാൽവരി കുരിശിൽ യേശു ക്രിസ്തു സാത്താൻ്റെ മേൽ വിജയം നേടി. അവൻ കുരിശിൽ വിജയം ആഘോഷിച്ചുകൊണ്ട് സാത്താൻ്റെ തലയെ തകർത്തു. യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു തിന്മയുടെ ശക്തിയുമില്ല. പാതാളത്തിലോ ലോകത്തിലോ അന്തരീക്ഷത്തിലോ എവിടെയും ആവട്ടെ, സകല തിന്മയുടെ അരൂപികളും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയേ മതിയാവത്തുള്ളൂ. കാരണം എല്ലാ അധികാരങ്ങളും യേശുവിൻ്റെ കരങ്ങളിലാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൃശ്യമായവയുടെ മേലും അദൃശ്യമായവയുടെ മേലും എല്ലാറ്റിൻ്റെ മേലും യേശു ക്രിസ്തുവിനാണ് അധികാരം. അവൻ്റെ നാമത്തിൽ എല്ലാവരും മുട്ടുകൾ മടക്കും. ഒരു നാളും നീ അനാഥനല്ല,
ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.